Hello everyone, welcome to Kids Area Online. ഓണം എക്സാം 2024. എല്ലാവരും ഓണ പരീക്ഷയ്ക്കായി പഠിച്ചു കഴിഞ്ഞു. 5ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കായി കേരള പാഠാവലിയിൽ നിന്നുമാണ് ഇന്നത്തെ ക്ലാസ് കേട്ടോ. അവസാന ഘട്ട ഒരുക്കത്തിലേക്ക് നമ്മൾ പോകുവാണ്. നിങ്ങൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. എക്സാമിന് പോകുന്നതിന് മുൻപ് ഈ ക്ലാസ് കൂടി കണ്ടിട്ടേ നിങ്ങൾ എക്സാമിന് പോവുക. ഓക്കെ, ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പകരം പദം എഴുതുക എന്നുള്ളതാണ്. പകരം പദം. പൂവ്. പൂവിന് പകരം പദങ്ങൾ ഏതൊക്കെയാണ്? മലർ, സുമം, താര്, കുസുമം. ഇതെല്ലാം എന്താ? പൂവിന്റെ പകരം പദങ്ങളാണ്. പൂവിന്റെ പകരം പദങ്ങൾ ഏതൊക്കെയാ? മലർ, സുമം, കുസുമം, താര്. ഇതൊക്കെ പൂവിന്റെ പകരം പദങ്ങളാണ്. രാത്രിക്കോ? രജനി, നിശ, നിശീദിനി. രജനി, നിശ, നിശീധിനി. ഭൂമിക്കോ? ധര, ധരിത്രി, ക്ഷിതി. ധര, ധരിത്രി, ക്ഷിതി. ആകാശത്തിന് എന്തൊക്കെ പേരുകളുണ്ട്? വാനം, ഗഗനം, വ്യോമം. ഇതെല്ലാം ആകാശത്തിന്റെ പകരം പദങ്ങളാണ്. വാനം, ഗഗനം, വ്യോമം ഇതൊക്കെ ആകാശത്തിന്റെ പകരം പദങ്ങളാണ്. കണ്ണ് അല്ലെങ്കിൽ മിഴി. മിഴിക്കുള്ള പകരം പദങ്ങൾ ഏതൊക്കെയാ? കണ്ണ്, നയനം, നേത്രം. കണ്ണ്, നയനം, നേത്രം, മിഴി. ഇതെല്ലാം കണ്ണിന് പകരം പദങ്ങളാണ് കേട്ടോ. പൂവ്, രാത്രി, ഭൂമി, ആകാശം, മിഴി. പൂവിന് ഏതൊക്കെയാ? മലർ, സുമം, കുസുമം. രാത്രിക്കോ? രജനി, നിശ, നിശീദിനി. ഭൂമിക്ക് ധര, ധരിത്രി, ക്ഷിതി. ആകാശം, വാനം, ഗഗനം, വ്യോമം. മിഴി, കണ്ണ്, നയനം, നേത്രം. അടുത്ത് നോക്കാം, വായു. വായുവിന് ഏതൊക്കെയാ പകരം പദങ്ങൾ? മാരുതൻ. മാരുതൻ എന്ന് പറഞ്ഞാൽ ആരാ? വായു, കാറ്റാണ് കേട്ടോ. മാരുതൻ, സമീരണൻ, കാറ്റ്. സമീരണൻ, കാറ്റ്. മാരുതൻ, സമീരണൻ, കാറ്റ്. ഇതെല്ലാം വായുവിന്റെ പകരം പദങ്ങളാണ്. കൈ. കൈക്ക് ഏതൊക്കെ പകരം പദങ്ങളുണ്ട്? കരം, ബാഹു. കരം, ബാഹു. ജലം. ജലത്തിന് ഏതൊക്കെയാണ് പകരം പദങ്ങൾ? വെള്ളം, തണ്ണീർ, നീർ. ഇതൊക്കെ ജലത്തിന്റെ പകരം പദങ്ങളാണ് കേട്ടോ. മനസ്സിലായോ? പകരം പദങ്ങൾ എഴുതാനായി അറിയാലോ. ഇനി പദം പിരിക്കാം എന്നതിൽ നിന്ന് ചോദിക്കും. പദം പിരിക്കാം എങ്ങനെയാണ് നോക്കിയേ. ടീച്ചർ ഒത്തിരി എക്സാമ്പിൾ നൽകുന്നുണ്ട്. ആദ്യം കുറച്ചൊക്കെ ടീച്ചർ പറഞ്ഞു തരാം. മറ്റുള്ളതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക. നെഞ്ചത്തെടുത്തു. നെഞ്ചത്ത് എടുത്തു. ഇവിടെ സ്വരാക്ഷരം വന്നു, ശ്രദ്ധിച്ചോ? സ്വരാക്ഷരം എ. നെഞ്ചത്ത് എടുത്തു. ചന്തമാകെ പകർന്ന. ഇവിടെ 3 വാക്കുകൾ വരുന്നുണ്ട്. ചന്തം, ആകെ, പകർന്ന. ഇവിടെ പ കൂട്ടക്ഷരം എന്തായി? ചെറിയ പായായി. നോർമൽ വ്യഞ്ജനാക്ഷരത്തിലുള്ള പായായി. അപ്പൊ കൂട്ടക്ഷരം വരുവാണെങ്കിൽ അത് ഇവിടെ അത് പിരിയുകയാണെങ്കിൽ ആദ്യത്തെ അക്ഷരമാണെങ്കിൽ അത് ഒറ്റക്ഷരമായിട്ട് മാറും. ഓക്കെ, വ്യഞ്ജനാക്ഷരമായിട്ട് മാറും. ചന്തം ആകെ പകർന്ന. അതാണ് ചന്തമാകെ പകർന്ന. നിങ്ങൾ ഇവിടെ എഴുതിയ ശേഷം വായിച്ചു നോക്കുക. ഇത് കിട്ടുന്നുണ്ടോന്ന് വായിച്ചു നോക്കുക കേട്ടോ. രാജമുദ്രയണിഞ്ഞ. ഇവിടെ രാജമുദ്ര എന്ന് വായിക്കില്ല, രാജ എന്നൊരു വാക്കില്ല. രാജമുദ്ര അണിഞ്ഞ. യാ മാറി എന്തായി? ആ വന്നു. രാജമുദ്ര അണിഞ്ഞ. സ്വരാക്ഷരങ്ങൾ വരുന്ന ശ്രദ്ധിച്ചോ? ഇവിടെ എ, ഇവിടെ ആ, ഇവിടെ ആ. രാജമുദ്ര അണിഞ്ഞ. തൂമയേറിയിടും. ഏ എന്തായി? സ്വരാക്ഷരം ഏ ആയി. തൂമ ഏറിയിടും. ഒരുമിച്ച് വായിച്ചേ. തൂമയേറിയിടും. ഇത് കിട്ടിയില്ലേ? കിട്ടി. പൂക്കൾ എത്രയോ. പൂക്കൾ എത്രയോ. ഇവിടെ പൂക്കള എത്രയോ എന്ന് പൂക്കള എത്രയോ എന്നായി പോവും. പക്ഷെ പൂക്കൾ എത്രയോ എന്ന് എഴുതുമ്പോൾ എങ്ങനെ? പൂക്കൾ എത്രയോ. കേട്ടോ? അപ്പൊ ഇത് വായിച്ചു കൂടി നോക്കുക ഇതുപോലെ വരുന്നുണ്ടോ എന്നുള്ളത്. പൂക്കൾ. ഇവിടെ എത്രയോ. ഏ സ്വരാക്ഷരം വന്നുണ്ടോ? എത്രയോ. മക്കളായി പിറക്കുന്ന. ഇവിടെ ടീച്ചർ പറഞ്ഞു കൂട്ടക്ഷരം വരികയാണെങ്കിൽ അതിവിടെ പിരിച്ചെഴുതുമ്പോൾ എന്താവും? തുടക്കമാണെങ്കിൽ അത് വ്യഞ്ജനാക്ഷരമായിട്ട് മാറും. പിറക്കുന്ന. ഇവിടെ പാ തുടങ്ങുകയല്ലേ, അപ്പോൾ അത് വ്യഞ്ജനാക്ഷരമായി മാറി. മക്കളായി പിറക്കുന്ന. ഇവിടെ ചിലർ മക്കൾ ആയി പിറക്കുന്ന എന്നും എഴുതാറുണ്ട്. മക്കളായി പിറക്കുന്ന.
മണ്ണിന്റെ ഓമൽ കിനാവുകൾ. മണ്ണിന്റെ ഓമൽ കാ എന്തായി? നമ്മുടെ വ്യഞ്ജനാക്ഷരം കായായി. കിനാവുകൾ. യോമൽ എന്തായി? ഓമൽ. മണ്ണിന്റെ ഓമൽ കിനാവുകൾ. മണ്ണിന്റെ ഓമൽ കിനാവുകൾ. ഓക്കെ, ഇതുപോലെ ടീച്ചർ ഒത്തിരി എക്സാമ്പിൾ ഇവിടെ നൽകിയിട്ടുണ്ട്. നീർച്ചാലുകൾ. കൂട്ടക്ഷരം ച എന്തായി? സാധാരണ ചായായി. നീർച്ചാലുകൾ. മഴയിരമ്പം. ഈ സ്വരാക്ഷരം മഴയിരമ്പം. ഒളിയിടും. ഈ ഒളി ഇടം എന്നാണ് കേട്ടോ. ഒളിയിടും. പെയ്തിറങ്ങി. പെയ്ത് ഇറങ്ങി. സ്വരാക്ഷരം വന്നു. മഴത്തുള്ളികൾ. മഴ താ എന്തായി? തായായി. മഴത്തുള്ളികൾ. അരിച്ചിറങ്ങുന്നുണ്ട്. അരിച്ച് ഇറങ്ങുന്നുണ്ട്. ഈ സ്വരാക്ഷരം വന്നു. കാഴ്ചകളുമായി. കാഴ്ചകളും ആയി. കാഴ്ചകളായി എന്നായിരുന്നെങ്കിൽ കാഴ്ചകൾ ആയി. ഇവിടെ കളുമായി. അപ്പൊ കാഴ്ചകളും ആയി. പച്ചയാകുന്നു. പച്ച ആകുന്നു. സ്വരാക്ഷരങ്ങൾ വരുന്ന കണ്ടല്ലോ. അപ്പോൾ ഇവിടെ കൂട്ടക്ഷരം വ്യഞ്ജനാക്ഷരമായിട്ട് മാറുന്നു. അതുപോലെ ഒരുമിച്ച് വരുന്ന ചിഹ്നങ്ങൾ എന്തായിട്ട് മാറുന്നു? സ്വര അക്ഷരമായി മാറുന്നു. ഓക്കെ, ഇത് നിങ്ങൾ തന്നെ പറഞ്ഞേ. പാതയോരത്തുള്ള. പാത ഓരത്തുള്ള. ഭംഗിയായിരിക്കുന്നു. ഭംഗിയാക്കിയിരിക്കുന്നു. ഭംഗി ആക്കിയിരിക്കുന്നു. സ്വരാക്ഷരം വരുന്ന കണ്ടോ. വലിപ്പമുള്ളവയും. വലിപ്പം ഉള്ളവയും. അതിരില്ലായിരുന്നു. അതിര് ഇല്ലായിരുന്നു. തടവുകാരനായി. തടവുകാരൻ ആയി. കഴിവില്ലല്ലോ. കഴിവ് ഇല്ലല്ലോ. ടീച്ചർ വരയ്ക്കുന്ന എല്ലാം സ്വരാക്ഷരമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് വായിച്ചു നോക്കുക, ഇത് കിട്ടുന്നുണ്ടോന്ന്. കഴിവില്ലല്ലോ. കഴിവ ഇല്ലല്ലോ. കഴിവ ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയാണോ? ഇല്ല. കഴിവ് ഇല്ലല്ലോ. കഴിവില്ലല്ലോ. വലിച്ചെറിഞ്ഞു. വലിച്ച് എറിഞ്ഞു. പുൽത്തകിടി. ഇവിടെ കൂട്ടക്ഷരം ത വ്യഞ്ജനാക്ഷരം തായായിട്ട് മാറി. പുൽത്തകിടി. അപ്പൊ പദം പിരിക്കാൻ ടീച്ചർ ഒത്തിരി എക്സാമ്പിൾസ് പറഞ്ഞു. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നാളെ തെറ്റിക്കാതെ നിങ്ങൾ എഴുതും. എഴുതില്ലേ? യെസ്. ഓക്കെ, മാതൃക പോലെ മാറ്റി എഴുതുക. മാതൃക എന്താണെന്ന് നോക്കാം. പനിനീർ മലരുകൾ. പനിനീരിന്റെ മലരുകൾ. പനിനീർ മലരുകൾ. പനിനീരിന്റെ മലരുകൾ. നീർക്കണങ്ങൾ. നീരിന്റെ കണങ്ങൾ എന്ന് പറഞ്ഞാൽ ജലത്തുള്ളികൾ കേട്ടോ. നീർ, വെള്ളം. നീർക്കണങ്ങൾ. നീരിന്റെ കണങ്ങൾ. നീലവാനം. നീലയായ വാനം. വാനം ആകാശം. ടീച്ചർ ആദ്യം പകരം പദം പഠിപ്പിച്ചു. നീലയായ വാനം. പ്രേമപ്രതീക്ഷകൾ. ഇവിടെ ശ്രദ്ധിക്കുക. പ്രേമവും പ്രതീക്ഷയും. പ്രേമവും രണ്ടും രണ്ട് വാക്കാണ്. അപ്പോൾ ഒന്ന് പ്രേമം, രണ്ട് പ്രതീക്ഷ. അപ്പോൾ പ്രേമവും പ്രതീക്ഷയും. അപ്പോൾ നീർക്കണങ്ങൾ. നീരിന്റെ കണങ്ങൾ. പനിനീർ. ഇവിടെ നീറുണ്ട്. പനിനീരിന്റെ മലരുകൾ. നീലവാനം. നീലയായ വാനം. പ്രേമപ്രതീക്ഷകൾ. പ്രേമവും പ്രതീക്ഷയും. ഓക്കെ, തെറ്റില്ലല്ലോ? ഇല്ല. കവിതയിൽ പ്രധാനമായും പറയുന്നത് ഏതൊക്കെ പൂക്കളെ കുറിച്ചാണ്? ഏതൊക്കെ പൂക്കളെ കുറിച്ചാണ് കവിതയിലുള്ളേ? മുക്കുറ്റി, തുമ്പ, ജമന്തി, കുരുക്കുത്തിമുല്ല, പനിനീർപ്പൂവ്, കോളാമ്പി. ഏതൊക്കെയാ? മുക്കുറ്റി, തുമ്പ, ജമന്തി, കുരുക്കുത്തിമുല്ല, പനിനീർപ്പൂവ്, കോളാമ്പി. പൊൻവെയിലിൽ കുരുത്ത പൂക്കൾ ഏതാ? പൊൻവെയിലിൽ കുരുത്ത പൂക്കൾ മുക്കുറ്റി. പൊൻവെയിലിൽ കുരുത്ത പൂക്കൾ മുക്കുറ്റികൾ. സന്ധ്യ നെഞ്ചത്തെടുത്ത് ലാളിച്ചതാരെയാണ്? സന്ധ്യ നെഞ്ചത്തെടുത്ത് ലാളിച്ച പൂവേതാ? ജമന്തി. സന്ധ്യ നെഞ്ചത്തെടുത്ത് ലാളിച്ച പൂവെന്ന് പറഞ്ഞത് ആരെയാ? ജമന്തികളെ. മഞ്ഞ നക്ഷത്രം പോലെ കാണപ്പെട്ട പൂവേതാ? മഞ്ഞ നക്ഷത്രം പോലെ കോളാമ്പി. കോളാമ്പി പൂവാണ് മഞ്ഞ നക്ഷത്രം പോലെ. അപ്പൊ പൊൻവെയിൽ കുരുത്ത പൂക്കൾ മുക്കുറ്റി. സന്ധ്യ നെഞ്ചത്തെടുത്ത് ലാളിച്ചത് ജമന്തികളെ. മഞ്ഞ നക്ഷത്രം പോലെ കാണപ്പെടുന്ന പൂവ് കോളാമ്പി. കാറ്റിന് സുഗന്ധം സമ്മാനിക്കുന്നത് ഏത് പൂവാണ്? കാറ്റിന് സുഗന്ധം സമ്മാനിക്കുന്നത് പനിനീർപ്പൂവ്. കാറ്റിന് സുഗന്ധം സമ്മാനിക്കുന്നത് പനിനീർപ്പൂവ്. ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോലെ ശോഭിക്കുന്നത് ഏത് തരത്തിൽപ്പെട്ട പൂക്കളാണ്? കുങ്കുമ പൊട്ടുപോലെ ശോഭിക്കുന്നത്. ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോലെ ശോഭിക്കുന്നത് ഏത് തരത്തിൽപ്പെട്ട പൂക്കളാണ്? ചെന്താരുകൾ. ഏതാ? ചെന്താരുകൾ. ചെന്താരുകൾ. തെറ്റില്ലല്ലോ? നിങ്ങൾ പഠിച്ചതാണ്. ഇതൊക്കെ ഓർമ്മിക്കുന്നില്ലേ? യെസ്.
വാടാമലരുകളുടെ പ്രത്യേകത എന്താ? വളരെയധികം ഭംഗിയുള്ളവയാണ് വാടാമലരുകൾ എന്നാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. ജീവന്റെ പ്രേമപ്രതീക്ഷകൾ എന്ന് കവി വിശേഷിപ്പിച്ചത് എന്തിനെയാ? ജീവന്റെ പ്രേമപ്രതീക്ഷകൾ പൂക്കളെ. ആരെയാ? പൂക്കളെ. മണ്ണിന്റെ ഓമൽ കിനാവുകൾ എന്ന് കവി പറഞ്ഞത് ആരെയാ? മണ്ണിന്റെ ഓമൽ കിനാവുകൾ. അതും പൂക്കൾ, അതും പൂക്കളാണ്. അപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻ ബി പാർട്ടായിട്ട് ചോദിക്കും. പ്രേമവും പ്രതീക്ഷ എന്ന് പറഞ്ഞതും ആരെയാ? പൂക്കളെ. മണ്ണിന്റെ ഓമൽ കിനാവുകൾ എന്ന് പറഞ്ഞതും പൂക്കളെ. ഓക്കെ. കടുത്ത വേനലിൽ കാടിന് എന്തൊക്കെ സംഭവിച്ചു? കടുത്ത വേനലിൽ അത് വിവരിക്കാൻ പറഞ്ഞാൽ എങ്ങനെ വിവരിക്കാം? കടുത്ത വേനലിൽ നീർച്ചാലുകൾ വറ്റി വരണ്ടു. നീർച്ചാലുകൾ വറ്റി വരണ്ടു. പുഴ നന്നേ മെലിഞ്ഞു. പുഴ എന്തായി? ചെറുതായി, വെള്ളമില്ലല്ലോ. പുഴ നന്നേ മെലിഞ്ഞു. പച്ചയ്ക്ക് വിളർച്ച. പച്ചയെല്ലാം എന്തായി? നിറം മങ്ങി തുടങ്ങി. അതാണ് പച്ചയ്ക്ക് വിളർച്ച. തീ വീണ് കുന്നുകൾക്ക് കരുവാളിപ്പ്. വെയിൽ കൊണ്ട്, ആ വേനലിൽ വെയിൽ കൊണ്ട് എന്ത് ചെയ്തു? പച്ചപ്പെല്ലാം നഷ്ടമായി. കുന്നുകളിൽ ചെടിയുണ്ടോ? ഇല്ല. കുന്നുകൾക്ക് കരുവാളിപ്പ്. കുന്നുകൾ കറുത്ത നിറത്തിൽ കാണപ്പെടാൻ തുടങ്ങി. അതാണ് കടുത്ത വേനലിൽ കാടിന് സംഭവിച്ചത്. കടുത്ത വേനലിൽ നീർച്ചാലുകൾ വറ്റി വരണ്ടു. പുഴ നന്നേ മെലിഞ്ഞു. പച്ചയ്ക്ക് വിളർച്ച. തീ വീണു കുന്നുകൾക്ക് കരുവാളിപ്പ്. കുന്നിൻ മുകളിൽ കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്ക് വന്നു നിറഞ്ഞത് എന്താ? കുന്നിൻ മുകളിൽ കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം പോലെ വന്നതെന്താ? മഴമേഘം. എന്താ? മഴമേഘം. മഴ പെയ്തപ്പോൾ പുഴയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി? വേനലായപ്പോൾ കാടിന് എന്തൊക്കെ സംഭവിച്ചു എന്ന് പഠിച്ചു അല്ലേ? അപ്പോൾ മഴ പെയ്തപ്പോൾ പുഴയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി? പുഴ ജീവൻ വെച്ചത് മഴ പെയ്തപ്പോഴായിരുന്നു. പുഴ ജീവൻ വെച്ചത് മഴ പെയ്തപ്പോഴായിരുന്നു. അതിന്റെ നിറം തുടുത്തു. കുന്നിലും മേടിലും നിന്നുമായി 100 നീർച്ചാലുകൾ പുഴയിലേക്ക് അരിച്ചിറങ്ങി. പുഴ ജീവൻ വെച്ചത് മഴ പെയ്തപ്പോഴായിരുന്നു. അതിന്റെ നിറം തുടുത്തു. കുന്നിലും മേടിലും നിന്നുമായി 100 നീർച്ചാലുകൾ പുഴയിലേക്ക് അരിച്ചിറങ്ങി. പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ചത് എന്താണ്? പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ചത് എന്താണ്? എന്താ? ഇടിമിന്നൽ. എന്താ? ഇടിമിന്നൽ ചാലുകളാണ് പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ചത്. കാടിന് യൗവനം കൊണ്ടുവരുന്നത് ആരാ? കാടിന് യൗവനം കൊണ്ടുവരുന്നത് കന്നിമഴ. ആദ്യത്തെ മഴ കേട്ടോ. കാടിന് യൗവനം കൊണ്ടുവരുന്നത്. അത് ആദ്യത്തെ മഴ പെയ്യുമ്പോൾ വേനലിൽ എല്ലാം നഷ്ടമായതെല്ലാം ഇങ്ങനെ എന്ത് ചെയ്യും? പുൽനാമ്പുകളെല്ലാം ഇങ്ങനെ പുതിയ ഇലകളൊക്കെ വന്ന് നല്ല ഭംഗിയുള്ളതായിട്ട് തീരും. അപ്പോൾ കാടിന് യൗവനം കൊണ്ടുവരുന്നത് കന്നിമഴ, ആദ്യത്തെ മഴയാണ്. കന്നിമഴ കാടിന് യൗവനം നൽകുന്നത് എങ്ങനെയാണ്? എങ്ങനെ യൗവനം നൽകും? കാട്ടിലെ പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകുന്നു. കാട്ടിലെ പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകുന്നു. കരിഞ്ഞുണങ്ങിയ കുന്നിൻപുറങ്ങളിൽ പുൽനാമ്പ് കിളിർക്കുന്നു. വിളർച്ച വീണ്ടും പച്ചയാകുന്നു. പച്ച നേരത്തെ വിളർച്ചയായല്ലേ വേനലിൽ. ഇവിടെ വിളർച്ച വീണ്ടും എന്തായിട്ട് മാറും? പച്ചയായിട്ട് മാറും. കാട്ടിലെ പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയായി. കരിഞ്ഞുണങ്ങിയ കുന്നിൻപുറങ്ങളിൽ പുൽനാമ്പ് കിളിർക്കുന്നു. വിളർച്ച വീണ്ടും പച്ചയാകുന്നു. ഡെയ്സി ചെടിയുടെ പൂവിന്റെ പ്രത്യേകത എന്താ? ഡെയ്സി ചെടിയുടെ പൂവിന്റെ പ്രത്യേകത നടുക്ക് മഞ്ഞ നിറം, ചുറ്റും വെള്ള നിറം. നടുക്ക് മഞ്ഞ നിറവും ചുറ്റും വെള്ള നിറവുമുള്ള പൂക്കളായിരുന്നു ഡെയ്സി ചെടിയുടെ പൂവ്. ഓക്കെ. ഞാൻ എത്രമാത്രം അനുഗ്രഹീതയാണ്. പൂവ് എങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താ? ഞാൻ എത്രമാത്രം അനുഗ്രഹീതയാണ്. പൂവ് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചിന്തിച്ചത്? തനിക്ക് കാണാനും കേൾക്കാനും കഴിയുന്നുണ്ട്. സൂര്യൻ തൻ്റെ മേൽ പ്രകാശം ചൊരിയുന്നുണ്ട്. കാറ്റ് ഉമ്മ കൊടുക്കുന്നു. ഇതെല്ലാം കൊണ്ടാണ് പൂവ് അനുഗ്രഹീതയാണെന്ന് ചിന്തിച്ചത് കേട്ടോ. തനിക്ക് കാണാനും കേൾക്കാനും കഴിയുന്നുണ്ട്. സൂര്യൻ തൻ്റെ മേൽ പ്രകാശം ചൊരിയുന്നു. കാറ്റ് ഉമ്മ കൊടുക്കുന്നു. അപ്പൊ സൂര്യൻ പ്രകാശം ചൊരിയുന്നു, കാറ്റ് ഉമ്മ കൊടുക്കുന്നു. ഇതെല്ലാം കൊണ്ട് പൂവ് എന്ത് ചിന്തിച്ചു? ഞാൻ അനുഗ്രഹീതയാണ് എന്ന് ചിന്തിച്ചു. എന്തുകൊണ്ടാണ് ഡെയ്സി ആരും ശ്രദ്ധിക്കാതിരുന്നത്? അപ്പോൾ ഒരു ചോദ്യം വരും. ഇപ്പോഴുള്ള പൂക്കളെ എല്ലാവരും ശ്രദ്ധിക്കുന്നു, എന്നാൽ ചെറിയ പൂക്കളെ ആരും ശ്രദ്ധിക്കുന്നില്ല. എന്തുകൊണ്ടാ? നമ്മൾ ഷോപ്പുകളിലൊക്കെ പോകുമ്പോൾ, മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കൾ ഇരിക്കുന്നില്ലേ? അതിനെ എല്ലാവരും ശ്രദ്ധിക്കുന്നു. ചെറിയ ചെറിയ പൂക്കളെ ആരും ശ്രദ്ധിക്കുന്നില്ല. എന്തുകൊണ്ടാ? അതാ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. സുഗന്ധം കുറഞ്ഞവയ്ക്ക് ആർഭാടം കൂടുതലാണ്. സുഗന്ധം കുറഞ്ഞവയ്ക്ക് ആർഭാടം കൂടുതലാണ്. അവർക്ക് എന്താ ഉള്ളേ? നിറമുള്ളവയായിരിക്കും, വലിപ്പമുള്ളവയായിരിക്കും.
സുഗന്ധം കുറഞ്ഞവയ്ക്ക് ആർഭാടം കൂടുതലാണ്. നിറമുള്ളവയും വലിപ്പമുള്ളവയും തമ്മിൽ മത്സരിച്ച് ശ്രദ്ധിക്കപ്പെടാൻ തല ഉയർത്തി നിൽക്കുന്നു. നിറമുള്ളതും വലിപ്പമുള്ളതുമായ വലിയ പൂക്കൾ എന്ത് ചെയ്യുന്നു? തമ്മിൽ മത്സരിച്ച്. അവർക്ക് സുഗന്ധം കുറവാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നല്ല നിറമുണ്ട്, നല്ല വലിപ്പമുണ്ട് അല്ലേ അവയ്ക്ക്. അവ തമ്മിൽ മത്സരിച്ച് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി തല ഉയർത്തി നിൽക്കുമ്പോൾ മണമുള്ള ചെറിയ ചെറിയ പൂക്കളെ ആരും ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഡെയ്സിയെ ആരും ശ്രദ്ധിക്കാത്തത് കേട്ടോ. പൂന്തോട്ടത്തിലെ മറ്റു പൂക്കൾക്ക് ഡെയ്സിയോട് കോപവും അസൂയയും തോന്നാൻ കാരണം എന്താ? മറ്റു പൂക്കൾക്ക് എല്ലാം ഡെയ്സിയോട് കോപവും അസൂയൊക്കെ തോന്നിയാൽ അതെന്താ? വാനമ്പാടി പൂവിന് ഉമ്മ കൊടുത്ത് പാട്ടുപാടി. വാനമ്പാടി പൂവിന്, ഡെയ്സി പൂവിന് ഉമ്മ കൊടുത്ത് പാട്ടുപാടി. അതിനുശേഷം നീലാകാശത്തിലേക്ക് പറന്നുപോയി. വാനമ്പാടി പൂവിന് ഉമ്മ കൊടുത്ത് പാട്ടുപാടി അതിനുശേഷം നീലാകാശത്തിലേക്ക് പറന്നുപോയി. ഇത് കണ്ടിട്ട് മറ്റു പൂക്കൾക്ക് ഡെയ്സിയോട് കോപവും അസൂയൊക്കെ തോന്നിയല്ലേ. വാനമ്പാടി കൂട്ടിലകപ്പെട്ടല്ലോ. അപ്പൊ ഡെയ്സിയുടെ മനോഭാവം എന്തായിരുന്നു? ഡെയ്സി ചുറ്റുമുള്ളതൊക്കെ മറന്നു അല്ലേ. ആ പൂവ് പരിസരത്തിന്റെ സൗന്ദര്യമൊക്കെ മറന്നു. സൂര്യന്റെ ഇളം ചൂടും തൻ്റെ ഇതളുകളുടെ ഭംഗി മറന്നു. തടവിലാക്കപ്പെട്ട പക്ഷിയെക്കുറിച്ച് മാത്രമായി ചിന്ത. തനിക്ക് അതിനെ രക്ഷപ്പെടുത്താൻ കഴിവില്ലല്ലോ എന്നും അതിന് തോന്നി. അപ്പൊ ആ പൂവ് എന്ത് ചെയ്തു? ഡെയ്സി പൂവ് പരിസരത്തിന്റെ സൗന്ദര്യവും തൻ്റെ മേൽ ഇളം ചൂടടിക്കുന്ന സൂര്യന്റെ ഇളം ചൂട് വരുന്ന പ്രകാശം വരുന്നതും തൻ്റെ ഭംഗി, ഇതളുകളുടെ ഭംഗിയും എല്ലാം മറന്നുപോയി. തന്നെ സ്വയം മറന്ന് തടവിലാക്കപ്പെട്ട പക്ഷിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അതിനെ രക്ഷപ്പെടുത്താൻ കഴിവില്ലല്ലോ എന്ന് ആ ഡെയ്സി പൂവിന് തോന്നി. അപ്പോൾ ഇനി അടുത്ത ഒരു വലിയ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാണ് കേട്ടോ. ഇന്ന് നമ്മൾ കുറച്ചുകൂടി വലിയ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പോവാണ്. എല്ലാവരും റെഡിയാണോ? കനത്ത വേനലിനു ശേഷം വന്ന മഴ കാടിനെ മനോഹരമാക്കി. എന്താ? കനത്ത വേനലിനു ശേഷം വന്ന മഴ കാടിനെ മനോഹരമാക്കി. മഴയും കാടും തമ്മിൽ എന്തെല്ലാം വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും? എഴുതി നോക്കൂ. മഴയും കാടും തമ്മിൽ പറഞ്ഞിട്ടുള്ള വർത്തമാനം, സംഭാഷണം എന്തൊക്കെയാണ്? കാട് പറയാണ്, നീ വന്നല്ലോ, ഹോ വളരെ സന്തോഷം, നിന്റെ ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയായിരുന്നു. കാട് പറയാണ് മഴയോട്, നീ വന്നല്ലോ, വളരെ സന്തോഷം, നിന്നെ ദിവസങ്ങളായി കാത്തിരിക്കുകയായിരുന്നു. മഴ ചോദിക്കുകയാണ്, നിനക്ക് എന്തു പറ്റി? മുഖമാകെ വിഷമമാണല്ലോ, നിന്നെ കണ്ടിട്ട് വിഷമെന്നാണെന്ന് തോന്നല്ലോ, എന്താ പറ്റിയേ? അപ്പൊ കാട് പറയാണ്, ഇതിൽ കൂടുതൽ എന്തു പറ്റാൻ? രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള അതികഠിനമായ ചൂട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അതികഠിനമായ ചൂട്. ദിവസങ്ങളായി അല്പം വെള്ളം കുടിച്ചിട്ട്. വാടി വീഴുന്ന കുഞ്ഞു ചെടികളുടെ കരച്ചിൽ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഒരു തുള്ളി വെള്ളം കിട്ടാത്ത അവസ്ഥ. ഞാൻ കരിഞ്ഞുണങ്ങി എന്ന് ആര് പറയാ? ഒരു തുള്ളി വെള്ളം കിട്ടാതെ എന്ത് ചെയ്യുന്നു? കുഞ്ഞു ചെടികളൊക്കെ വാടി വീഴുകയാണ്. അവരുടെ കരച്ചിൽ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, കരിഞ്ഞുണങ്ങുകയാണല്ലേ എന്ന് കാട് പറയുകയാണ്. അപ്പൊ മഴ പറയാണ്, നീ ഇത്ര പ്രയാസത്തിലാണെന്ന് ഞാൻ അറിഞ്ഞില്ല, നീ ഇത്ര പ്രയാസത്തിലാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ കാട് ചോദിച്ചു, നീ എന്താ നേരത്തെ വരാതിരുന്നത്? മഴ പറയാണ്, എൻ്റെ അമ്മയായ ആകാശം ഇപ്പോഴാ എന്നോട് പോകാൻ പറഞ്ഞത്. ആകാശം ഇപ്പോഴാ എന്നോട് പോകാൻ പറഞ്ഞത്. അപ്പൊ കാട് പറയാ, ഇപ്പോഴെങ്കിലും നീ വന്നല്ലോ, ആശ്വാസം. ഒന്ന് തണുത്തു. എൻ്റെ മക്കളായ ചെടികളും മരങ്ങളും പക്ഷികളും മൃഗങ്ങളും എല്ലാം ദാഹം തീർത്തു, സ്വസ്ഥമായി കിടന്നുറങ്ങി. ഇനി ഒരു ഉത്സവമാണ്. കാടെന്താ പറഞ്ഞേ? ഇപ്പോഴെങ്കിലും നീ വന്നല്ലോ, ആശ്വാസമായി, എല്ലാം ഒന്ന് തണുത്തു. കാടിൻ്റെ മക്കൾ ആരൊക്കെയാ? ചെടികൾ, മരങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, ഇവരെല്ലാം ദാഹം തീർത്തു, സ്വസ്ഥമായി കിടന്നുറങ്ങി. ഇനി ഒരു ഉത്സവമാണ്. അപ്പൊ മഴ ചോദിക്കാണ്, ഉത്സവമോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ കാട് പറയാണ്, പറയാം, പച്ചപ്പുല്ലും തളിരിലകളും പൂക്കളും കൊണ്ട് ഇവിടെ അലങ്കാരങ്ങൾ തീർക്കും. ഇനി എന്താ? ഇവിടെ കാടിൽ നിറയെ പുല്ലും തളിരിലകളും പൂക്കളും കൊണ്ട് നിറയുമല്ലേ, അത് അലങ്കാരമാണ്, കാണാൻ നീയും വരണം. നന്ദി. അപ്പോൾ മഴ പറയാണ്, തീർച്ചയായും ഞാൻ വീണ്ടും വരും, വീണ്ടും കാണാം എന്ന് മഴ പറയുകയാണ്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം വേനലായിരുന്നു. വേനലിൽ കാട് ഉണങ്ങിപ്പോയി. അപ്പോൾ അതാ മഴ വരുന്നു. അപ്പോൾ മഴയും കാടും തമ്മിലുള്ള സംഭാഷണം. ഇതൊരു കത്ത് പോലെയാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക്
കാട് മഴയ്ക്ക് എഴുതുന്ന കത്ത്. ഇതിനെ തന്നെ എന്ത് ചെയ്താൽ മതി? ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതിലെ ആശയങ്ങൾ ഉൾക്കൊണ്ട് കത്ത് എഴുതിയാൽ മതി. ഓക്കെ. ഇനിയിപ്പോൾ നോട്ടീസ് എഴുതാനാണ്. എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ഐഡിയ കിട്ടിയല്ലോ, ആശയം കിട്ടിയല്ലോ. ഈ ആശയം ഉപയോഗിച്ച് എന്ത് ചെയ്യാം? നിങ്ങൾ നന്നായിട്ട് അങ്ങ് എഴുതുക കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ആദ്യമായി വേനൽ മഴ പെയ്തപ്പോൾ നിങ്ങളുടെ വീടിന് ചുറ്റും എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി? ആ മാറ്റങ്ങളെ കുറിച്ച് ഒരു വർണ്ണന തയ്യാറാക്കൂ. അപ്പൊ കാടിൽ എന്തൊക്കെ സംഭവിച്ചു നമ്മൾ മനസ്സിലായല്ലേ? ആദ്യത്തെ മഴ വന്നപ്പോ നമ്മുടെ നാട്ടിൽ വേനൽ മഴ വന്നല്ലോ ആദ്യമായിട്ട്. നല്ല വേനലായിരുന്നു. എല്ലാം ഇങ്ങനെ മണ്ണൊക്കെ ഹാർഡായി, നല്ല കഠിനമായിട്ടുള്ള മണ്ണായി, വെള്ളമില്ല. അപ്പോഴാണ് പെട്ടെന്ന് വേനൽ മഴ പെയ്തത്. വീടിന് ചുറ്റും, നിങ്ങളുടെ വീടിന് ചുറ്റും എന്തെല്ലാം മാറ്റമുണ്ടായി? അതിനെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യമായി മഴ പെയ്തപ്പോൾ സഹിക്കാൻ പറ്റാത്ത ചൂടുള്ള ദിവസങ്ങൾക്ക് ശേഷം ഒരു മഴ പെയ്തത് എനിക്ക് വളരെയേറെ സന്തോഷം നൽകി. ആദ്യമായി മഴ പെയ്തപ്പോൾ, അതൊരു ഹെഡിങ് ആണ്. ആദ്യമായി മഴ പെയ്തപ്പോൾ സഹിക്കാൻ പറ്റാത്ത ചൂടുള്ള ദിവസങ്ങൾക്ക് ശേഷം ഒരു മഴ പെയ്തത് എനിക്ക് വളരെയേറെ സന്തോഷം നൽകി. നമുക്കും വളരെ നല്ല ചൂടുള്ള രാത്രി ഉറങ്ങാൻ കഴിയോ? ഇല്ലേ? അപ്പോൾ ഒരു മഴ പെയ്യുമ്പോൾ നല്ല സന്തോഷമല്ലേ? അതെ. വീടിന്റെ വരാന്തയിലിരുന്ന് ഞാൻ മഴ കണ്ടു. മഴ വരുമ്പോൾ നിങ്ങൾ കാണാറില്ലേ? ആദ്യം മഴ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വീടിന് പുറത്തിറങ്ങി മഴ കാണും. 4 മണിക്കാണ് മഴ പെയ്തത്. ഇടിമിന്നലും ഉണ്ടായിരുന്നു. വീടിന്റെ മുന്നിൽ നിൽക്കുന്ന ചെടികൾക്കും മരങ്ങൾക്കും വളരെയേറെ സന്തോഷമായി. അവ ധാരാളം വെള്ളം കുടിച്ചു. ആ പൊടിമണ്ണ്, വേനൽ സമയത്ത് നിറയെ പൊടിമണ്ണായിരിക്കില്ലേ, ആ പൊടിമണ്ണ് വെള്ളത്തിൽ ഒഴുകിപ്പോയി. ചെറിയ ചെറിയ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് കണ്ടു. അണ്ണാൻ മരത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. വലുതും ചെറുതുമായ പക്ഷികൾ പറക്കുന്നു. രാത്രിയിൽ തവളകൾ കരയുന്ന ശബ്ദം, ചീവീടുകൾ കരയുന്ന ശബ്ദം. വെള്ളം ഒഴുകിപ്പോയ പാടുകൾ വീടിന് ചുറ്റും കാണാൻ കഴിഞ്ഞു. പാടമൊക്കെ നിറഞ്ഞു എന്നൊക്കെ എഴുതാല്ലേ. ഉണങ്ങിക്കരിഞ്ഞ പുൽക്കൂട്ടിൽ നിന്നും പച്ചപ്പുൽ നാമ്പുകൾ തല നീട്ടുന്നതും കണ്ടു. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചുറ്റും കണ്ടത്? ചെടികളൊക്കെ എന്തായി? വെള്ളം കുടിച്ചു, ഉന്മേഷമുണ്ടായതായി തീർന്നു അല്ലേ? അതുപോലെ കിണറിൽ വെള്ളം നിറഞ്ഞില്ലേ? കിണറിൽ വെള്ളം നിറഞ്ഞു, കുഴികളിൽ വെള്ളം നിറഞ്ഞു, വീടിന് ചുറ്റുള്ള കുഴികളിലെ വെള്ളം നിറഞ്ഞു. തവളയുടെ ശബ്ദം, ചീവീടിന്റെ ശബ്ദം ഇതൊക്കെ കേൾക്കാൻ തുടങ്ങി. നിങ്ങൾ മഴ കണ്ടു, സുഖമായി കിടന്നുറങ്ങി. അതൊക്കെ നിങ്ങൾക്ക് എഴുതാട്ടോ. പ്രകൃതിയെ കുറിച്ചാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആദ്യത്തെ 3 പാഠങ്ങളിൽ പ്രകൃതിയെ കുറിച്ച് പഠിച്ചു ഇല്ലേ? ഇനി ആ 3 പാഠങ്ങളും ചേർത്തിട്ട് വിവരണം തയ്യാറാക്കണം. പ്രകൃതിയിൽ നിങ്ങൾ കണ്ട കാര്യങ്ങൾ 3 പാഠത്തിൽ നിന്നും നിങ്ങൾ എന്ത് മനസ്സിലാക്കി? അപ്പോൾ പാഠത്തിന്റെ പേരുകൾ നൽകും. അതിൽ നിന്ന് പ്രകൃതിയെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കാൻ പറഞ്ഞാൽ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. മനുഷ്യന്റെയും മറ്റ് ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് പ്രകൃതിയെ ആശ്രയിച്ചാണ്. മനുഷ്യന്റെയും മറ്റ് ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് പ്രകൃതിയെ ആശ്രയിച്ചാണ്. എല്ലാ ജീവികൾക്കും ആവശ്യമായ ഭക്ഷണവും വെള്ളവും പ്രകൃതിയാണ് നൽകുന്നത്. എല്ലാ ജീവികൾക്കും ആവശ്യമായ ഭക്ഷണവും വെള്ളവും പ്രകൃതിയാണ് നൽകുന്നത്. മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയിൽ, അപ്പോൾ ആദ്യത്തേതാണ് മണ്ണിന്റെ കിനാവുകൾ. മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയിൽ പുഷ്പങ്ങളുടെ സൗന്ദര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെ എന്താ പറയുന്നേ? പുഷ്പങ്ങളുടെ സൗന്ദര്യം. ആ പുഷ്പങ്ങൾ മണ്ണിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം മണ്ണിന്റെ ഓമൽ കിനാക്കളും ജീവന്റെ പ്രതീക്ഷകളുമാണ്. മണ്ണിന്റെ ഓമൽ കിനാക്കൾ ആരാ? പൂക്കൾ. ജീവന്റെ പ്രേമ പ്രതീക്ഷകളാണ്. പഠിച്ചില്ലേ? അതെ. അപ്പോൾ പുഷ്പങ്ങളുടെ സൗന്ദര്യം, പുഷ്പങ്ങൾ മണ്ണിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. മണ്ണിന്റെ ഓമൽ കിനാക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകളാണ്. വേനൽ ചൂടിൽ കരിഞ്ഞു നിൽക്കുന്ന കാടിന് ആശ്വാസം പകർന്ന് മഴ കടന്നു വരുന്നു. ഇവിടെ പൂക്കളുടെ സൗന്ദര്യമാണ് അല്ലേ? അടുത്തെന്താ? വേനൽ ചൂടിൽ കരിഞ്ഞു നിൽക്കുന്ന കാടിന് ആശ്വാസം പകർന്ന് മഴ കടന്നു വരുന്നു. മരങ്ങളിൽ, ഇലകളിൽ, മണ്ണിൽ, പുഴയിൽ, ജീവികളിൽ സന്തോഷം പകരുന്ന മഴ. പ്രകൃതിയിലുള്ള ഐക്യം നമുക്കിവിടെ കാണാനായി കഴിയും. അടുത്ത് മഴ വന്നു അല്ലേ? അപ്പൊ പ്രകൃതിയിലുള്ള ഐക്യമാണ് നമ്മളിവിടെ കാണുന്നത്. എല്ലാ ജീവജാലങ്ങളും ഒരുമിച്ച് നിന്ന് മഴ ആസ്വദിക്കുകയാണ്. പരസ്പര സ്നേഹത്തിന്റെ ആഴം ഡെയ്സി ചെടി എന്ന കഥയിൽ നമുക്ക് കാണാൻ കഴിയും. ഇക്കാര്യം
കഥാകൃത്ത് ഭംഗിയായി ചിത്രീകരിച്ചിട്ടുണ്ട്. സൂര്യൻ പ്രകാശം ചൊരിഞ്ഞും കാറ്റ് ഉമ്മ നൽകിയും ഡെയ്സി ചെടിയെ താലോലിക്കുന്നു, വളർത്തുന്നു. നിറവും വലിപ്പവുമുള്ള ചെടികൾ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരുടെയും ശ്രദ്ധയിൽ വരാതെ ആ ചെടി വേലിക്കരികിൽ ഒതുങ്ങി നിൽക്കുന്നു. വലിയവരെ മാത്രമല്ല, ചെറുതിനെ പോലും പ്രകൃതി സംരക്ഷിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് മരിക്കുന്ന വാനമ്പാടിക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകാൻ ഡെയ്സി ചെടിക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തേതിൽ എന്ത് പറഞ്ഞു? പൂക്കളുടെ സൗന്ദര്യം. രണ്ടാമത്തേതിലോ? വേനൽ ചൂടിൽ മഴ കടന്നു വരുന്നു, അത് എല്ലാവർക്കും ആശ്വാസമായി. മൂന്നാമതോ? ഡെയ്സി ചെടിയുടെ മേൽ സൂര്യപ്രകാശം വരുന്നു, കാറ്റുമ്മ കൊടുക്കുന്നു. അത് വേലിയുടെ അരികിലാണെങ്കിലും പ്രകൃതി വലിയവരെ മാത്രമല്ല ചെറിയവരെയും സംരക്ഷിക്കുന്നു. അങ്ങനെ ഒരു സ്നേഹമാണ് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഇങ്ങനെ പരസ്പര സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും പാഠങ്ങളാണ് പ്രകൃതി നമുക്ക് പകർന്നു നൽകിയത്. മഴ വന്നപ്പോൾ അവിടെ നല്ലൊരു കൂട്ടായ്മ ഉണ്ടായല്ലേ. അപ്പോൾ ഇങ്ങനെ പരസ്പര സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും പാഠങ്ങളാണ് പ്രകൃതി നമുക്ക് പകർന്നു നൽകുന്നത്. വലുപ്പ ചെറുപ്പ വ്യത്യാസം പ്രകൃതിക്ക് ഇല്ല. പ്രകൃതിയിലെ ജീവജാലങ്ങൾ ഇല്ലായതിനു ശേഷം വിലപിച്ചതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ നഷ്ടമാകാതിരിക്കാനുള്ള മുൻകരുതലുകളും പ്രവർത്തനങ്ങളുമാണ് പ്രധാനം. അപ്പോൾ 3 പാഠത്തിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? പ്രകൃതിയിലെ ജീവജാലങ്ങൾ, പ്രകൃതിയെ മുഴുവനായി നമ്മൾ എന്ത് ചെയ്യുക? സംരക്ഷിക്കുക. ഓക്കെ, മനസ്സിലായോ? പ്രകൃതിയെക്കുറിച്ച് എഴുതാൻ പഠിച്ച പാഠഭാഗങ്ങൾ ചേർത്ത് പ്രകൃതിയെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ എഴുതുമല്ലോ? എഴുതും. മുത്തച്ഛൻ്റെ ഈ കുസൃതി കുട്ടന്മാർക്ക് ക്ഷാ പിടിക്കുക എന്ന പ്രയോഗത്തിന്റെ ഭംഗി വെളിവാക്കി കുറിപ്പെഴുതുക. മുത്തച്ഛൻ്റെ ഈ കുസൃതി കുട്ടന്മാർക്ക് ക്ഷാ എന്താണെന്ന് മനസ്സിലായോ? നിങ്ങൾ പഠിച്ചതല്ലേ? എന്താ ക്ഷാ? മുത്തച്ഛൻ ഒരു കടങ്കഥ ചോദിച്ചു, അതിന്റെ ഉത്തരം എന്തായിരുന്നു? പറ. മുത്തച്ഛൻ എന്ത് ചെയ്തു? കുട്ടികളോട് പറ പറ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ അവർ സന്തോഷം കണ്ടെത്തുന്നതാണ്. നോക്കാം. മുത്തച്ഛൻ അവസാനം പറഞ്ഞ കടങ്കഥയുടെ ഉത്തരം കേട്ടാണ് കുട്ടികൾക്ക് ക്ഷാ പിടിച്ചത്. തലയില്ലാത്തവൻ ചെവിയാട്ടിയാട്ടി. തലയില്ല, ചെവി. പറ കണ്ടിട്ടുണ്ടോ? അതിന് ചെവിയാട്ടിയാട്ടി. തലയില്ലാത്തവൻ ചെവിയാട്ടിയാട്ടി. ഈ കടങ്കഥയുടെ ഉത്തരം എന്തെന്നാണ് മുത്തച്ഛൻ ചോദിച്ചത്. ഉത്തരം പറ പറ എന്ന് പല പ്രാവശ്യം കുട്ടികളോട് മുത്തച്ഛൻ തന്നെ പറയുക എന്ന അർത്ഥത്തിൽ പറഞ്ഞു. യഥാർത്ഥ ഉത്തരം പറ, അതായത് അളവുപകരണം എന്നാണെന്ന് മുത്തച്ഛൻ പറഞ്ഞപ്പോൾ അവർ സന്തോഷിച്ചു, ആഹ്ലാദിച്ചു. സന്തോഷത്തിന്റെ ഉയർന്ന അവസ്ഥയ്ക്കാണ് ക്ഷാ പിടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ക്ഷാ പിടിക്കുക? സന്തോഷത്തിന്റെ ഉയർന്ന അവസ്ഥയാണ് ക്ഷാ പിടിക്കുക എന്ന് പറയുന്നത് കേട്ടോ. സന്തോഷത്തിന്റെ ഉയർന്ന അവസ്ഥയ്ക്കാണ് ക്ഷാ പിടിക്കുക എന്ന് പറയുന്നത്. എന്താണ് അവർ സന്തോഷിച്ചതിന് കാരണമെന്ന് മനസ്സിലായല്ലോ? തലയില്ലാത്തവൻ ചെവിയാട്ടിയാട്ടി എന്ന കടങ്കഥയുടെ ഉത്തരം എന്തെന്ന് മുത്തച്ഛൻ ചോദിച്ചു. ഉത്തരം പറ പറ എന്ന് പല പ്രാവശ്യം കുട്ടികളോട് ഉത്തരം തന്നെ പറയുക എന്ന അർത്ഥത്തിൽ പറഞ്ഞു. യഥാർത്ഥ ഉത്തരം പറ എന്നാണെന്ന് കേട്ടപ്പോൾ അവരെല്ലാവരും സന്തോഷിച്ച് ആഹ്ലാദിച്ചു. അപ്പോൾ സന്തോഷത്തിന്റെ ആ ഒരു അവസ്ഥ, ഉയർന്ന ഒരു അവസ്ഥയാണ് ക്ഷാ പിടിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ബഷീറിന്റെ ബാപ്പയെ പരിചയപ്പെട്ടല്ലോ. പാഠത്തിൽ നിന്നും അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ പദസൂര്യനായി നൽകുക. ബഷീറിന്റെ ബാപ്പയെക്കുറിച്ച് നിങ്ങൾക്ക് ടീച്ചർ ഇവിടെ പദസൂര്യനായിട്ട് പറയാം. ഇത് നിങ്ങൾ ബഷീറിന്റെ ബാപ്പയെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബഷീറിന്റെ ബാപ്പയെക്കുറിച്ചും ഇതുപയോഗിച്ച് എഴുതാട്ടോ. ആദ്യം എന്ത് ചെയ്യുക? പദസൂര്യൻ തയ്യാറാക്കാൻ ഒരു കോളം വരച്ചു. അതിലെന്തെഴുതി? ബഷീറിന്റെ ബാപ്പ. ബഷീറിന്റെ ബാപ്പയെ കുറിച്ചല്ലേ എഴുതുന്നേ. അപ്പോൾ പദസൂര്യൻ തയ്യാറാക്കുമ്പോൾ സൂര്യനെ പോലെ നടുക്കൊരു റൗണ്ട് വരയ്ക്കുക. അതിനകത്ത് ബഷീറിന്റെ ബാപ്പ എന്ന് എഴുതി. ഇനി ബഷീറിന്റെ ബാപ്പയുടെ പ്രത്യേകതകൾ എഴുതാം. ഒരു വര വരച്ചു. ജീവികളോട് സ്നേഹമുള്ള ആൾ. ജീവികളോട് സ്നേഹമുള്ള ആൾ. അടുത്ത വര ഉത്തരവാദിത്വമുള്ള വ്യക്തി. ഉത്തരവാദിത്വമുള്ള വ്യക്തി. നല്ല നർമ്മബോധം. നല്ല നർമ്മബോധം. ഈശ്വര വിശ്വാസി. ഈശ്വര വിശ്വാസി. സ്നേഹിക്കാൻ അറിയാവുന്ന പിതാവ്. സ്നേഹിക്കാൻ അറിയാവുന്ന പിതാവ്. തെറ്റ് തിരുത്തുന്ന വ്യക്തി. ലാസ്റ്റ് വൺ,
ചെറിയ തെറ്റിനും ശിക്ഷ നൽകുന്നയാൾ. അപ്പോൾ ബഷീറിന്റെ ബാപ്പയെ കുറിച്ച് പദസൂര്യൻ തയ്യാറാക്കി, ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാലും കഥാപാത്ര നിരൂപണം ചെയ്യാൻ പറഞ്ഞാലും ബഷീറിന്റെ ബാപ്പയെ കുറിച്ച് എഴുതാം. ബഷീറിന്റെ ബാപ്പ ജീവികളുടെ സ്നേഹമുള്ള ആളാണ്, നിങ്ങൾക്കറിയാലോ. ഇതെല്ലാം ചേർത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ആ നീർനാഗത്തിന്റെ കാര്യങ്ങളും എല്ലാം ചേർത്ത് എന്ത് ചെയ്യുക? എഴുതുക. ഉത്തരവാദിത്വമുള്ള വ്യക്തിയാണ്, നല്ല നർമ്മബോധമുള്ള വ്യക്തിയാണ്, ഈശ്വര വിശ്വാസിയാണ്, സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു അച്ഛനാണ്, തെറ്റ് തിരുത്തുന്ന വ്യക്തിയാണ്, ചെറിയ തെറ്റിനും ശിക്ഷ നൽകുന്നയാളാണ്. ഓക്കെ, അപ്പോൾ ഇത് ചേർത്ത് നിങ്ങൾക്ക് വിവരിച്ചെഴുതാൻ പറയുകയാണെങ്കിൽ ഇത് ഉപയോഗിച്ച് വിവരിച്ചെഴുതുക. പദസൂര്യൻ തയ്യാറാക്കാൻ പറഞ്ഞാൽ പദസൂര്യൻ തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ എക്സാം നല്ലതുപോലെ എല്ലാവരും എഴുതുക. നാളെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കാണാം. അതിനുശേഷം അടുത്ത എക്സാമിന്റെ ക്ലാസ്സുമായിട്ട് കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ, ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ്, ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം. മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്.